കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപമാണ് അലങ്കാരത്തിൽ, കളഭാലങ്കാരത്തിൽ നിൽക്കണമെന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. ഞാനിന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ മുരുടേശ്വരാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ലൈവും വീഡിയോ ഒക്കെ ആയിട്ട് മുരുടേശ്വരം നിങ്ങൾക്കെല്ലാവർക്കും കാണിക്കാം. ഞാനിപ്പോൾ എത്തി. അപ്പോൾ ഏതായാലും മൂകാംബിക വന്നു, അതിൻ്റെ കൂടെ ഇതും കൂടി ആയി. നമ്മളെപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഉള്ളൂ യാത്ര. അപ്പോൾ ഒരു കാഴ്ച, പിന്നെ ഹരനെ കണ്ടുവരാം എന്നുള്ളൊരു ഉദ്ദേശവും. അപ്പോൾ അങ്ങനത്തെ ഒരു അതാണ്. എന്തായാലും നമ്മൾ ഉച്ചപൂജ ഞാനും നിങ്ങളെപ്പോലെ വന്ന് കണ്ട് തൊഴുകയാണെന്നുള്ള മനസ്സുകൊണ്ട് വന്ന് തൊഴുകയാണ്. നാളെ നമുക്ക് ശരിക്കും വന്ന് തൊഴുത് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇന്ന് എൻ്റെ കൂടെ തന്നെ വരൂ. അങ്ങനെ നമ്മൾ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്ന് പ്രദർശനം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അതുപോലെ തന്നെ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വരിക. അത് കഴിഞ്ഞ് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരിക, ഗണേശനെ കണ്ട് തൊഴാം. അങ്ങനെ വരുമ്പോൾ ആ ചെറിയ അത്തിയുടെ ചുവട്ടിലുള്ള അനന്തശൈലവും കൂടി കണ്ട് തൊഴുത് നമ്മൾ ഗോപുരവാതിൽ കിടക്കുക. ഗോപുരവാതിൽ കിടന്ന അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുക. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാൽപാദങ്ങൾ പിണച്ചു വെച്ച് കാൽത്തളകൾ ഒക്കെ അണിഞ്ഞുകൊണ്ടുള്ള ഒരു ഉണ്ണിക്കണ്ണനാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കി അരയിൽ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അതേപോലെ രണ്ട് കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, രണ്ട് കൈ കൊണ്ടും പൊന്നോടക്കുഴൽ വിളിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനായിട്ടാണ് അന്ന് ശ്രീലകത്ത് കേട്ടോ. അപ്പോൾ ആ നെറ്റിയിൽ ഗോപീതിലകണ്ട് ചുണ്ടോട് ചേർത്ത് മുരളി രവം പൊഴിക്കുകയാണ്. അതേപോലെ മാറത്ത് മാങ്ങാമാല, വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല. പിന്നെ അതേപോലെ കിരീടം വെച്ചിട്ടുണ്ട്, പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. തിരുമുടിമാലകൾ 3 തിരുമുടിമാല ഉണ്ട്. തെച്ചി, തുളസി, വെളുത്ത പൂവ്, അങ്ങനെയുള്ള 3 തിരുമുടിമാലകളുണ്ട്. അതേമാതിരി ഉണ്ടമാല 2 ഉണ്ടമാലയുണ്ട്. പിന്നെ മുകളിൽ വിധാനമായിട്ട് 3-4 ഉണ്ടമാലകളുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമ്മളിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് അങ്ങനെ വിചാരിച്ചോളൂ. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ ആ ഗുരുവായൂരപ്പനെ. അപ്പോൾ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ അവിടെ തൊഴുത് ഇറങ്ങി, സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത്, ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത്, സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അതിനുശേഷം ഗണേശനെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹ, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ ഓദിക്കൻ്റെ അടുത്ത് നിന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങി വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴാം. ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ അവിടെ ബാക്ക് വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ ഭീഷ്മരെയും കണ്ട്, അതേപോലെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളെ ശ്രീരാമേന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനൊക്കെ കണ്ട് തൊഴുത്, മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമീനെ വന്ന് കാണാം, പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ.
അങ്ങനെ അവിടെ തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. താമരക്കണ്ണനെയും കണ്ട് തൊഴുത് മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയും കടാവളക്കൊക്കെ കണ്ട് തൊഴുത് കൊടിമരം നോക്കി തൊഴുത് നമ്മൾ കുറൂരമ്മി നാരദരി മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തും വാങ്ങി എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് തൊഴാനായിട്ട് പോയി ഭഗവതിയെ കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ കാല് പിണച്ച് വെച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം പടിഞ്ഞാറ നടയിലുള്ള ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദൻ രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നേരെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ കയറിയിട്ട് അതും കണ്ട് തൊഴുത് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തെക്കേ നടയിലേക്ക് വന്ന് ആ കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ട് തൊഴുത പോലെയാണ്. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ടു തൊഴുതു എന്നുള്ള സങ്കല്പത്തിൽ ഗുരുവായൂരപ്പനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.